ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സാധാരണ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്റ്റിക്കറുകളൊക്കെ സാധാരണ പതിവായിരിക്കും. ടിഫിൻ ആവട്ടെ എന്താവട്ടെ. അപ്പോൾ ഇത് പോക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. ഇനി ഇത് മാറ്റിയെടുത്താൽ ഇതിൻ്റെ ബാക്കിലുള്ള ആ ഒരു പശ അതിന്മേൽ അവശേഷിക്കും. അപ്പോൾ അതൊരു ബോറായിട്ടാണ് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അതിനായി ചെയ്യേണ്ടത് ഇതുപോലെ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ മെഴുകുതിരി ആയാലും മതി കേട്ടോ. അതിന് ശേഷം പതിയെ ഒന്ന് ചൂട് കൊള്ളിക്കുക. ഇതുപോലെ പതിയെ ഒന്ന് നമുക്ക് ചൂട് കൊള്ളിക്കുക. ചൂട് കൊള്ളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് അടർന്നു പോകും. ഇതുപോലെ ഒന്ന് ചൂട് കൊള്ളിക്കുക. ചൂട് കൊള്ളിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടർത്തിയെടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടർത്തിയെടുക്കാം. ഇത് തൊടുമ്പോൾ തന്നെ കണ്ടോ പെട്ടെന്ന് ഇത് പോകുന്നുണ്ട് കേട്ടോ. നേരത്തെ ഇത് നന്നായി ഇതിൽ പറ്റി പിടിച്ചിട്ട് കണ്ടോ നല്ല ചൂടുണ്ടത് കണ്ടോ. ചൂടോടെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഇട്ടെടുക്കുക. കണ്ടോ പെട്ടെന്ന് നമുക്കിത് പോയി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പശ ഉണ്ട് ഇതിൽ അവശേഷിക്കും കുറച്ച് പശ. അപ്പം അതിനായി കുറച്ച് ഓയിൽ നമുക്ക് കയ്യിലെടുക്കുക. ഒരു ഓയിൽ കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ജസ്റ്റ് ഈ ഭാഗത്ത് ചെറിയൊരു കളർ വ്യത്യാസമാണ് ഇവിടെ. ഈ ഒരു പശൻ്റെ ഈ ഒരു കളർ വ്യത്യാസത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് എന്തെങ്കിലും ഒരു തുണി എന്താ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഇത് ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് നന്നായി ഒന്ന് തുടച്ചെടുത്താൽ തന്നെ ആ ഒരു പശൻ്റെ ഇതും ബാക്കിയുള്ള ഇതും കൂടി നമുക്കൊന്ന് പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടോ അത് ഇപ്പോൾ കുറച്ചും കൂടി ഉണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ സ്റ്റീൽ പാത്രങ്ങളിലുള്ള ആ വൃത്തികേട് നമുക്ക് മാറ്റി കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ എഴുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഉണ്ടാകുന്ന പരസ്യവാചകങ്ങൾ അത് പോക്കാനും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. കുറച്ച് വിനാഗിരി, ഒരു 3 സ്പൂൺ വിനാഗിരിയിലേക്ക് 1 സ്പൂൺ വെള്ളം ഒഴിച്ച് ജസ്റ്റ് അതിലേക്കൊന്ന് കുതിർത്ത് വെക്കുക. ഒരു 5 മിനിറ്റ് കുതിർത്ത് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. 5 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് നന്നായി തുടച്ചു കൊടുത്താൽ പെട്ടെന്ന് അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പരസ്യം നമ്മുടെ ബൗളിൽ ഗ്ലാസ്സിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.